ഇതിൻ്റെ പാളിപ്പോയൊരു വ്ളോഗാണ്. അപ്പോൾ പിന്നെ അതെന്തായാലും ഷോർട്സ് ആക്കി തന്നെ ഇട്ട്. 4:58 നിസ്കാരം. അപ്പോൾ ദാ റാഷിക്ക് പള്ളിക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. റാഷി നിസ്കരിക്കാൻ പോയപ്പോൾ പള്ളിയുടെ ആ ഭാഗത്തുള്ള ചെറിയൊരു ഭാഗം എടുത്തതാണ്. റാഷി പള്ളിക്ക് പോയ ഉടനെ തന്നെ ഞാനിവിടെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. തലേ ദിവസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം പണി പെട്ടെന്ന് എളുപ്പമായിട്ട് കഴിഞ്ഞു. ഈ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. ചിക്കൻ എടുത്ത് ഇതിനകത്തേക്ക് കൊട്ടി വന്നപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എനിക്കിത് ഇളക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ റാഷി പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് അത് പിന്നെ റാഷി ഏറ്റെടുത്ത്. ഒന്ന് വെന്ത് ഗ്രേവി ആയി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റും. പെരുന്നാളിൻ്റെ വ്ളോഗായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് രാവിലെ നിന്ന് തുടങ്ങി വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷെ പകുതിയായപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ പോയി. ചില സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോവും. പെരുന്നാൾ തലക്ക് പിടിച്ചിട്ട് 2 ദിവസം മര്യാദക്ക് ഉറങ്ങാത്തതിൻ്റെ ഒരു കുഴപ്പമാണത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവരുള്ളപ്പോൾ വ്ളോഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ട്രോളിക്കൊല്ലും. എടുത്തു വെച്ച വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഒരു ഷോർട്സിനുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്ത് കറക്റ്റ് 3 മിനിറ്റ് ആക്കി എടുത്ത്. ബിരിയാണിയുടെ ഒപ്പം തന്നെ നമ്മുടെ പുളിയിഞ്ചിയും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ഞങ്ങൾ 2 പേരും കൂടെ തന്നെ പകുതി പണി തീർത്തോണ്ട് പിറ്റേ ദിവസം ഒരു 7:30 ആയപ്പോഴത്തേനും ഫുഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമുള്ള അടുക്കളയുടെ ഒരു കോലാണിത്. അങ്ങനെ അടുക്കള മുഴുവൻ വൃത്തിയാക്കിയിട്ടു. ഇനിയിപ്പോൾ എനിക്കൊന്ന് റെഡിയാവേ വേണ്ടു. ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ കൂടി. ഇതെല്ലാം ശരിക്കും വീഡിയോക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷേ യോഗം ഷോർട്സ് ഇടാനാണ്, കുഴപ്പമില്ല. മേക്കപ്പ് പ്രൊഡക്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഒന്നുമില്ല, സൺസ്ക്രീൻ ഉണ്ട്, അതുപോലെ മസ്കാര ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ഐലൈനർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. കുളിച്ച് റെഡിയായ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നേരെ പോയത് ചായ കുടിക്കാനാണ്. തുടക്കത്തിലേ പറഞ്ഞില്ലേ മറക്കും എന്നുള്ളത്, അതന്നെ. ചായ കുടിക്കാൻ പോയി അവിടെ ചെന്നിരുന്ന് വീഡിയോ എടുക്കാൻ മറന്ന്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേനും ജുമാടെ നേരായി. റാഷി നേരെ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേനും ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ റെഡി ആയിട്ട് നിന്ന്. പെരുന്നാളല്ലേ, ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലോ. നേരെ പോയത് മിർക്കാബ് മാളിലേക്കാണ്. കാരണം ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റൂല. പുറത്തിറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ കത്തിക്കരിഞ്ഞു പോകും, അമ്മാതിരി ചൂടാണ്. അപ്പോൾ ഓപ്ഷനുള്ളത് മാളാണ്. നേരെ മാളിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്നതാ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിയുടെ ദമ്മോടെ പൊട്ടിക്കുന്നുണ്ട്. അവർ കാര്യമായ ചർച്ചയിലാണ്. ചുറ്റും ഞങ്ങളെല്ലാവരും ഉണ്ട്. വേറെ ഒന്നുമല്ല, ചോറ് ആദ്യം മിക്സ് ചെയ്തിങ്ങാണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടിയിലാണ് മസാല, അത് വിളമ്പേണ്ട രീതിയൊക്കെയാണ് അവർ കിടന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചോറൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഏകദേശം ഒരു 10-11 പേരുണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നിട്ട് പിന്നെ ഒരു ഉറക്കാണ്. വീഡിയോ ഇടാൻ പറ്റാത്ത വിഷമം ഷോർട്സിൽ മാറ്റി.